രാജ്യത്തെ നടുക്കിയ ഭീകരാക്രമണമായിരുന്നു ജമ്മു കശ്മീരിലെ പഹൽഗാമിലുണ്ടായത്. അവിടെ തീവ്രവാദികളുടെ വെടിയേറ്റ് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 26 പേരാണ് അവിടെ ജീവൻ വെടിഞ്ഞത്. അതിന് പിന്നാലെയുണ്ടായ ഇന്ത്യ പാക് സംഘർഷവും ഓപ്പറേഷൻ സിന്ദൂറുമൊക്കെ നമുക്ക് മറക്കാൻ കഴിയാത്തതുമാണ്. എന്തായാലും ആ പഹൽഗാം ആക്രമണത്തിൽ വലിയ സുരക്ഷാ വീഴ്ച തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് ഏറ്റുപറഞ്ഞിരിക്കുകയാണ്, തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ. അദ്ദേഹം പറയുന്നത് ആ വിനോദസഞ്ചാര കേന്ദ്രം ഒരു പുൽമേടായിരുന്നു. അപ്പോൾ അവിടെ വിനോദസഞ്ചാരികളെ തീവ്രവാദികൾ അറ്റാക്ക് ചെയ്യും എന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. അപ്പോൾ സൈന്യത്തെ അവിടെ വിന്യസിച്ചിരുന്നില്ല. അവിടെ ഉണ്ടായിട്ടുള്ളത് സുരക്ഷാ വീഴ്ചയാണ് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ദൗർഭാഗ്യകരമായ ഒരു സംഭവം തന്നെയാണ് പഹൽഗാമിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് തുറന്ന് സമ്മതിക്കുകയാണ് മനോജ് സിൻഹ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എന്തായാലും ഇവിടെ വലിയ വീഴ്ച തന്നെ പഹൽഗാമിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ വ്യക്തമാവുകയാണ്. കോൺഗ്രസും വലിയ രീതിയിലുള്ള വിമർശനവുമായി രംഗത്തെത്തുന്നു. ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ 80 ദിവസം കഴിയേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ആ സ്ഥാനത്തുനിന്ന് ലഫ്റ്റനന്റ് ഗവർണർ സ്ഥാനത്തുനിന്ന് മനോജ് സിൻഹ ഒഴിയണം, രാജിവെക്കണം എന്ന ആവശ്യമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. അജിംസ, യഥാർത്ഥത്തിൽ മനോജ് സിൻഹ പറഞ്ഞത് അവിടെ സംഭവിച്ചിട്ടുള്ളത് സുരക്ഷാ വീഴ്ചയാണ്, അത് കേന്ദ്രത്തിന്റെ വീഴ്ചയാണെന്ന് തുറന്ന് സമ്മതിക്കുകയല്ലേ? യഥാർത്ഥത്തിൽ അത് തന്നെയാണോ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്? ഇതുപോലെ തന്നെ ഒരു കുറ്റസമ്മതം പുൽവാമ ആക്രമണത്തിലുണ്ടായിരുന്നു. കുറ്റസമ്മതമല്ല, ഞാൻ പലവട്ടം ആവശ്യപ്പെട്ടിട്ടും വേണ്ടത്ര കോൺവോയ് അയച്ചില്ല, എയർലിഫ്റ്റ് ചെയ്യണമെന്ന ആവശ്യം സമ്മതിച്ചില്ല. പുൽവാമയിൽ സൈനികർ CRPF ജവാന്മാർ മരിച്ച സംഭവത്തിൽ അതിൽ ഇന്റലിജൻസ് വീഴ്ചയുണ്ടായെന്ന് തുറന്നു പറയുന്നത് അന്നത്തെ ഗവർണറായിരുന്ന സത്യപാൽ മല്ലിക്കാണ്. അപ്പോൾ സത്യപാൽ മല്ലിക് അത് തുറന്നു പറയുന്നത് അദ്ദേഹം BJP വിട്ടതിന് ശേഷമല്ല, അദ്ദേഹത്തെ BJP നോമിനേറ്റ് ചെയ്തിരുന്നു. അദ്ദേഹം അതിനുശേഷം ഹരിയാനയിലെ ഗവർണറായി സേവനമനുഷ്ഠിക്കുമ്പോഴാണ് അദ്ദേഹം ഒരു പരിപാടിയിൽ ഇത് തുറന്നു പറയുന്നത്. അദ്ദേഹം അപ്പോഴും സർക്കാരിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷേ അതിനോട് ഈ സർക്കാർ സ്വീകരിച്ച സമീപനം എന്താണ്? ഒന്നുമില്ല. പക്ഷേ പുൽവാമ ആക്രമണം, അപ്പോൾ നടക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ, പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ, പിറ്റേ വർഷം നടന്ന ബീഹാർ തെരഞ്ഞെടുപ്പിലും അതിന് തൊട്ടു മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വലിയ പ്രചാരണ വിഷയമാക്കി BJP മാറ്റിയിരുന്നു. ആ അറ്റാക്കിന് രാഷ്ട്രീയമായി രക്തസാക്ഷികളായ CRPF ജവാന്മാർക്ക് വേണ്ടി വോട്ട് ചെയ്യൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് പ്രസംഗിച്ചത്. അപ്പോൾ അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ് ചെയ്തത്. പിന്നീട് നമ്മൾ ബീഹാർ തെരഞ്ഞെടുപ്പിലും അത് കണ്ടു. കാരണം ബീഹാർ റെജിമെൻറ്റിലെ ആളുകളായിരുന്നു, ബീഹാറിൽ നിന്നുള്ളവരായിരുന്നു CRPF ജവാന്മാരിൽ മരിച്ചവരിൽ ഭൂരിഭാഗവും. അപ്പോൾ അതിനെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ നോക്കി, അധികാര തുടർച്ചയുണ്ടാക്കി. ഈ പഹൽഗാം അറ്റാക്ക് നോക്കൂ. പഹൽഗാം അറ്റാക്ക് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലല്ല ഉണ്ടായത്. ആ അറ്റാക്ക് ഉണ്ടാകുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലല്ല. തൊട്ടുടനെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല. എങ്കിൽ പോലും പഹൽഗാം അറ്റാക്ക് നടന്നതിൻ്റെ അടുത്ത 2 ദിവസങ്ങൾക്കുള്ളിൽ എന്താണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ പ്രദേശം സന്ദർശിക്കുകയല്ല ചെയ്തത്. കശ്മീരിലേക്ക് അദ്ദേഹം പോയത് അദ്ദേഹം ബീഹാറിലെ ഒരു ഉദ്ഘാടനത്തിനാണ് പോയത്. അവിടെ വെച്ച് അദ്ദേഹം രാഷ്ട്രീയ പ്രചാരണത്തിന് തിരികൊളുത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഈ പറയുന്ന പുൽവാമയും പഹൽഗാമും രാഷ്ട്രീയമായി എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് നോക്കിയത്. അവിടെയാണ് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ പറയുന്നത് അവിടെ സെക്യൂരിറ്റി ലാപ്സ് ഉണ്ടായിരുന്നു. അത് ലഫ്റ്റനന്റ് ഗവർണർ പറയാതെ തന്നെ രാജ്യത്തെ എല്ലാവർക്കും അറിയാം. കാരണം അത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടതാണ്, എല്ലാ മാധ്യമങ്ങളിലും ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. അവിടെ സൈനിക സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ മനോജ് സിൻഹ പറയുന്നൊരു കാര്യം, ടൂറിസ്റ്റുകളെ ഭീകരർ ആക്രമിക്കും എന്ന് ഞങ്ങൾ കരുതിയില്ല എന്നാണ്. അങ്ങനെയാണ് ഭീകരരുടെ സൈക്കോളജി എങ്ങനെയാണ് ലഫ്റ്റനന്റ് ഗവർണർക്ക് മനസ്സിലാവുക? അത് ഭീകരരുടെ സൈക്കോളജി മനസ്സിലാക്കുക സുരക്ഷാ എക്സ്പെർട്സിനാണ്. അവരാരെ ആക്രമിക്കില്ല എന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിനാണ് മനസ്സിലാവുക. ലഫ്റ്റനന്റ് ഗവർണർ എങ്ങനെയാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്ത്? അല്ലെങ്കിൽ ടൂറിസ്റ്റുകളെ ആക്രമിക്കില്ല, അതുകൊണ്ട് അവിടെ വേണ്ട, സുരക്ഷ വേണ്ട എന്ന് എങ്ങനെയാണ് അതിൻ്റെ ലോജിക്ക് എന്താണ്? മറ്റൊരു കാര്യം, ടൂറിസ്റ്റുകളെ ആക്രമിച്ചില്ലെങ്കിലും ഒരു ഭീകരാക്രമണം അവിടെ ഉണ്ടാകുമായിരുന്നു എന്ന വിവരം അപ്പോൾ അദ്ദേഹത്തിനുണ്ട്. എങ്കിൽ അത് തടയാൻ എന്ത് നടപടിയാണ് അദ്ദേഹം സ്വീകരിച്ചത്? അതിന് മറുപടി പറയണ്ടേ? ആ ചോദ്യം ആ ഇൻ്റർവ്യൂ എടുത്ത മാധ്യമപ്രവർത്തകർ ചോദിക്കേണ്ടതായിരുന്നു. ഭീകരരെ ആക്രമിക്കില്ല, ടൂറിസ്റ്റുകളെ ആക്രമിക്കില്ല ഭീകരരെങ്കിൽ ടൂറിസ്റ്റുകളല്ലാത്തവരെ ഭീകരർ ആക്രമിക്കും എന്നും അതിനർത്ഥമാണല്ലോ. എങ്കിൽ പിന്നെ ആ ഭീകരാക്രമണം തടയാൻ എന്ത് നടപടി സ്വീകരിച്ചു? മറ്റൊരു കാര്യം, ഈ സംഭവം നടന്നപ്പോൾ എത്ര മാസമായി? ഈ ചെയ്തവർ എവിടെ? അവർ പാകിസ്ഥാനിലാണെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനിൽ അവരെങ്ങനെ ഇങ്ങോട്ട് കടന്നു വന്നു? അതെങ്ങനെയാണ് അവർക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്യാൻ സാധിച്ചത്? ഓൺ ഗ്രൗണ്ട് അവർക്ക് ആരൊക്കെയാണ് സഹായം ചെയ്തത്? NIA കേസ് അന്വേഷിക്കുന്നുണ്ടല്ലോ, എന്തെങ്കിലും പുരോഗതി അക്കാര്യത്തിലുണ്ടോ? ഇത്തരം കാര്യങ്ങൾ കൂടി മനോജ് സിൻഹ പറയേണ്ടതാണ്. ഇപ്പോൾ പവൻ ഖേഡ പറയുന്നത് 82 ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിനെക്കുറിച്ച്, ഇത് ലോകം മുഴുവൻ അറിയാവുന്ന ഒരു കാര്യം, ഭരണകൂടം സമ്മതിക്കുന്നത് 82 ദിവസം കഴിഞ്ഞിട്ടാണ് എന്നാണ്. ഇനി ഇദ്ദേഹത്തെ റിസൈൻ ചെയ്യാൻ എത്ര ദിവസം ഞങ്ങൾ കാത്തിരിക്കണമെന്നാണ് പവൻ ഖേഡ ചോദിക്കുന്നത്. അങ്ങനെ റെസിഗ്നേഷൻ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഒരു മന്ത്രിയോ ഗവർണറോ ആരെങ്കിലുമോ ഒരു ഭരണാധികാരിയോ റിസൈൻ ചെയ്ത ചരിത്രം കഴിഞ്ഞ 11 വർഷമായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. എങ്കിൽ ഇതിലും അങ്ങനെയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അത് പോട്ടെ, അങ്ങനെ ഒരു രാജ്യം ഉണ്ടായില്ല. പക്ഷെ അതിൽ ഈ ഉയർന്നു വരുന്ന ഈ ചോദ്യങ്ങളിൽ മറുപടി പറയാനെങ്കിലും കേന്ദ്രം തയ്യാറാകുമോ?
അങ്ങനെ മറുപടി പറയാൻ കഴിയുന്ന ഒരു സമ്മർദ്ദം സർക്കാരിന് മുമ്പിൽ ഉണ്ടാവണമല്ലോ. ആ സമ്മർദ്ദം ഒരു സാമൂഹ്യ സമ്മർദ്ദമായിട്ട് വരേണ്ട ഒന്നാണ്. അത് ഇല്ലാതാക്കാൻ കഴിഞ്ഞ 10 വർഷം കൊണ്ട് അവർക്ക് പറ്റിയല്ലോ. നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ ശരിയായ രാജ്യസ്നേഹമുള്ള, രാജ്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരാളെന്നൊരു അന്തരീക്ഷം അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ. ചോദ്യങ്ങൾക്ക് ഇവിടെയൊക്കെ ഉണ്ടായാലേ ഉള്ളൂ. നോർത്ത് ഇന്ത്യയിൽ അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി പട നയിക്കുന്ന, ഇന്ത്യയുടെ ആത്മാർത്ഥമായ സ്നേഹമുള്ള ഏക രാഷ്ട്രീയ നേതാവാണ്. മൻമോഹൻ സിംഗിനും AK ആന്റണിക്കൊന്നും സ്നേഹം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, അവരൊക്കെ പാകിസ്ഥാനോട് സ്നേഹമുള്ളവരായിരുന്നു. ഇദ്ദേഹം ഇന്ത്യയോട് സ്നേഹമുള്ള ആളാണെന്ന കാര്യം ആളുകളുടെ മനസ്സിൽ അടിച്ചടിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ നമ്മുടെ പട്ടാളക്കാർ എവിടെയായിരുന്നു മോദിജി എന്ന് ആരും ചോദിക്കില്ല. ചോദിക്കാൻ കഴിയാത്ത തരത്തിൽ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട ഒരു സൊസൈറ്റി അവർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഈ സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടായതിൻ്റെ ഉത്തരവാദിത്വം നോക്കൂ. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ നടത്തിയിട്ടുള്ള ഒരു വലിയ സൈനിക മുന്നേറ്റമാണ്. ആ സൈനിക മുന്നേറ്റത്തിൻ്റെ മുഴുവൻ രാഷ്ട്രീയമായ വിജയ അവകാശവാദം ഉന്നയിക്കുകയാണ് ഇപ്പം മോദി സർക്കാർ. അതിനുവേണ്ടി വലിയ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. BJP എത്രയോ വീടുകൾ കയറി അതിൻ്റെ ഭാഗമായി. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ സൈനിക വിജയത്തിൻ്റെ ഉത്തരവാദിത്വം പൊളിറ്റിക്കൽ ലീഡർഷിപ്പായി ഞങ്ങൾക്കാണെന്ന് പറയുന്നവർ സ്വാഭാവികമായും സുരക്ഷാ ലാബ്സിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണ്ടേ? അത് അവർ ഏറ്റെടുക്കില്ല. അത് ഏറ്റെടുക്കേണ്ടത് ആരാണ്? UPA സർക്കാരാണ് ഭരിക്കുന്നത്. അവർ ഏറ്റെടുക്കണം. കാരണം മൻമോഹൻ സിംഗിനോട് ഈ അതിർത്തി കടന്ന് എങ്ങനെ ഈ ഭീകരവാദികൾ ഇന്ത്യയിൽ കയറി വരുന്നു, ഇവർക്കെങ്ങനെ പണം കിട്ടുന്നു, ഇവർക്കെങ്ങനെ ആയുധം കിട്ടുന്നു, നിങ്ങൾ ഉത്തരം പറയണമെന്ന് പ്രസംഗിച്ച ആളാണ് മോദി. പക്ഷേ ആ ക്വസ്റ്റ്യൻ ഇപ്പം മോദി എടുക്കുന്നില്ല. അദ്ദേഹം സൈന്യം നടത്തിയിട്ടുള്ള, പഹൽഗാമിന് ശേഷം സൈന്യം നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ്റെ ഉത്തരവാദിത്വം മാത്രമേ ഏറ്റെടുക്കുന്നുള്ളൂ. ഇതും ഏറ്റെടുക്കാൻ പോകുന്നില്ല. സത്യപാൽ മല്ലിക് ഉന്നയിച്ചത് ഭയങ്കര സീരിയസ് ആയ പ്രശ്നമായിരുന്നല്ലോ. അതിന് തുടർച്ചയുണ്ടായില്ല. ആ തുടർച്ച ഉണ്ടാകാതിരിക്കാനുള്ള പണിയെടുക്കാൻ സർക്കാരിന് അറിയാം. അതിനെ നോക്കൂ, പ്രധാനപ്പെട്ട ചോദ്യം ഉന്നയിക്കുന്ന ആളല്ലേ. ഇപ്പോൾ ശശി തരൂർ കോൺഗ്രസിൽ നിന്ന് ആ ചോദ്യം ഉന്നയിക്കാൻ ശേഷിയുള്ള ഒരാളാണ്. ചോദിക്കോ? ഇല്ല. ശശി തരൂർ കേന്ദ്ര സർക്കാരിൻ്റെ അപദാനങ്ങൾ പാടിപ്പോഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഈ പറയുന്ന കശ്മീരിലെ ലഫ്റ്റനന്റ് ഗവർണർ പറഞ്ഞിരിക്കുന്നു സുരക്ഷാ വീഴ്ച ഉണ്ടായി. ഇനിയെങ്കിലും തരൂർ അത് ചോദിക്കുമോ? നമ്മൾ പ്രതീക്ഷ എന്താണല്ലോ, തരൂർ ലോകമാകെ പോയി ഇന്ത്യയുടെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഈ കാര്യത്തിലുള്ള അപദാനം പുകഴ്ത്തുന്നു. ഇന്ത്യയുടെ കാര്യം അദ്ദേഹത്തിന് പറയാം, എല്ലാവർക്കും പറയാം, നമുക്കും പറയാം. അതിനപ്പുറം മോദിയുടെ പ്രചാരകനായി അദ്ദേഹം മാറി. ഇപ്പോൾ തരൂരിനോട് ചോദിക്കാം നമുക്ക്. ഇപ്പോൾ അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണർ വീഴ്ച ഉണ്ടായെന്ന് പറയുന്നുണ്ടല്ലോ, അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. തരൂർ പറഞ്ഞത് എത്രയോ സ്ഫോടനങ്ങൾ IB തടയുന്നു, അതാരും അറിയുന്നില്ല, തടയാത്ത ഒന്ന് മാത്രമേ അറിയുന്നുള്ളൂ എന്ന് പറഞ്ഞ് BJPക്കാർ പോലും ആലോചിക്കാത്ത തരത്തിലുള്ള കൗണ്ടർ സംഗതികൾ ഉണ്ടാക്കി അതിനെ പ്രതിരോധിച്ച ആളാണ്. തരൂരിനെ പോലുള്ള ആൾക്കാർ ചോദിക്കുന്നെങ്കിൽ ചോദിക്കട്ടെ, ഇല്ലെങ്കിൽ പറയട്ടെ, ഞങ്ങൾക്ക് ഇനി BJP ആയി മാറിയെന്ന് സമ്മതിക്കണം. ഇതൊരു ഒരു പ്രശ്നമാണ്. അതായത് കേന്ദ്ര സർക്കാർ അക്കൗണ്ടബിൾ ആവേണ്ട സംഗതികളെ ഉറക്കെ ചോദിക്കാൻ ആളുകളില്ല എന്നൊരു പ്രശ്നവും. ആദ്യം കോൺഗ്രസിനൊക്കെ തുടക്കത്തിലെ പേടിയായിരുന്നല്ലോ. ചോദിച്ചാൽ അത് കുറച്ച് ദിവസം ചോദിക്കാതെയിരുന്നു. ചോദിച്ചാൽ ഞങ്ങളുടെ രാജ്യസ്നേഹം സംശയിക്കപ്പെടും എന്നുള്ള പേടി. നീ ഉറക്കെ ചോദിച്ചാൽ തന്നെ അതിനെതിരായിട്ട് ഇപ്പോൾ ആരെങ്കിലും ചോദിച്ചു എന്ന് കരുതുക, ആ ചോദിക്കുന്നവരെ പാകിസ്ഥാൻ്റെ ഏജൻ്റ് ആക്കാൻ കഴിയുന്ന IT സെൽ BJPക്കുണ്ട്. അതാണ് BJPയുടെ സക്സസ്. അതുകൊണ്ട് അവർക്ക് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. മോദി അതിന് ഉത്തരവും പറയാൻ പോകുന്നില്ല. മോദി മണിപ്പൂരിന് വല്ല ഉത്തരവും പറഞ്ഞിട്ടുണ്ടോ? മണിപ്പൂരിൽ പോയിട്ടുണ്ടോ? എന്നിട്ട് മോദിക്ക് വല്ലതും പറ്റിയോ? അവർ പറയത്തൊന്നുമില്ല. അവർക്കത് പറയാതിരിക്കാനുള്ള വേറെ പണി അറിയാം. യെസ്, അതായത് ഇതൊരു 2 ദിവസം വാർത്തകളിൽ ഇടം പിടിക്കും എന്നതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മനോജ് സിൻഹ രാജിവെക്കാനും പോകുന്നില്ല. ഇനി പ്രധാനമന്ത്രി സുരക്ഷാ വീഴ്ചയുണ്ടായി എന്ന് തുറന്ന് സമ്മതിക്കാനും പോകുന്നില്ല.